ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ കുട്ടികളൊക്കെ ഇതുപോലെയൊക്കെ ഉപയോഗിച്ചിട്ട് പഴയ സോക്സൊക്കെ എടുത്ത് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതുപോലെയൊന്നും കളയണ്ട കേട്ടോ. ഇതുപോലത്തെ സോക്സൊക്കെ നമ്മൾ ഒതുക്കി വയ്ക്കുക. അപ്പം നമ്മൾ എണ്ണയൊക്കെ ഇതുപോലെ വീട്ടി വയ്ക്കുന്ന ബോട്ടിലൊക്കെ ഇതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ എണ്ണയൊക്കെ വീട്ടി വയ്ക്കുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഇതുപോലെ നല്ല പശ പോലെ ഒട്ടിപ്പിടിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ എടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്നൊക്കെ വീണ് എണ്ണയൊക്കെ പൊട്ടിപ്പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ എണ്ണയൊക്കെ വീട്ടി വയ്ക്കുന്ന ബോട്ടിലിൽ നമ്മൾ ഇതുപോലത്തെ പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒന്ന് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണ വയ്ക്കുന്ന ബോട്ടിൽ അഴുക്കാവുകയും ചെയ്യില്ല. അത് മാത്രമല്ല ആ ഒരു പശ പോലെ നമ്മൾ ആ ഒരു കുപ്പിയുടെ പുറത്തൊക്കെ ഒട്ടിപ്പിടിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ആ കുപ്പിയൊക്കെ നല്ല പുതിയതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അല്ലാതെ വച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കൈ കൊണ്ടൊക്കെ എടുക്കുമ്പോൾ അതിൽ അഴുക്ക് പറ്റി നമ്മളെ കയ്യിൽ നിന്നൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണം. ഇതുപോലത്തെ പഴയ സോക്സൊക്കെ നമ്മൾ കളയാതെ ഇതുപോലെ കുപ്പികളിൽ ഇതുപോലെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇതായിരിക്കും. നമ്മൾ എടുക്കുമ്പോഴൊക്കെ നല്ലൊരു ബലത്തോടെ ഇരിക്കും. അത് മാത്രമല്ല നമുക്ക് എടുക്കുമ്പോൾ പേടിക്കുകയും വേണ്ട കേട്ടോ. നമ്മളെ കയ്യിൽ നിന്ന് അത് വീണ് പൊട്ടിപ്പോകുന്ന ഒന്നും പേടിക്കേണ്ട. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ പാലൊക്കെ വാങ്ങിക്കുക ഇതുപോലത്തെ കുപ്പികൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് ഉപയോഗിച്ച ശേഷമൊക്കെ അത് പിന്നെയും മൂടിയൊക്കെ വയ്ക്കുമ്പോൾ ആ ഒരു കുപ്പിയിലൊക്കെ അകത്തൊക്കെ നല്ലതുപോലെ സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബോട്ടിലൊക്കെ ആണെങ്കിൽ നല്ല സ്മെല്ല് വരാറുണ്ട്. അപ്പോഴത് നമ്മൾ ദിവസേന നമ്മൾ വൃത്തിയാക്കേണ്ട ഈ ഒരു ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊക്കെ വാങ്ങിച്ച് അതൊക്കെ ഉപയോഗിച്ച ശേഷം നമ്മൾ കഴുകി വയ്ക്കുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാലൊക്കെ വാങ്ങിക്കുന്ന കുപ്പികളിൽ ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ഞാനതിവിടെ 2 ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 2ൽ ഞാൻ ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 2 കുപ്പിയിലും കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് അളവിൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ ബേക്കിംഗ് സോഡ 2 കുപ്പിയിലാക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര കുപ്പിയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിലെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ആ ഒരു ലിക്വിഡ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോ തുള്ളി വീതം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഓരോ തുള്ളി വീതം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കുലുക്കി കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനതിവിടെ കുറച്ച് വെള്ളം ഇട്ട് നല്ലതുപോലെ കുലുക്കി കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പാലിൻ്റെ സ്മെല്ലും അതുപോലെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മൾ സോഡാപ്പൊടി ചേർക്കുമ്പോൾ എന്തൊരു അണുക്കളുണ്ടെങ്കിലും അതെല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ എന്ന് പാലൊക്കെ വാങ്ങിക്കുന്ന കുപ്പികളും ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് നല്ല വൃത്തിയോടെ നമുക്ക് കുപ്പികൾ സൂക്ഷിക്കാൻ പറ്റും കണ്ടോ. എന്നും നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ പാലൊക്കെ വാങ്ങിച്ചതിന് ശേഷം കുപ്പികൾ കഴുകിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് നമ്മൾ കളയുന്നത് നല്ലതാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ എണ്ണയൊക്കെ തെറിച്ച് നമ്മുടെ കിച്ചൺ ടൈൽസിലൊക്കെ നല്ലതുപോലെ തെറിച്ച് ഒരു പശ പോലെ ഒട്ടിപ്പിടിക്കാറുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പൊടി ടിപ്സാണ് കേട്ടോ. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ച ശേഷം മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണ ആ ഒരു അടപ്പിൽ മാത്രമേ തെറിക്കുള്ളൂ. നമ്മളെ ഈ കിച്ചൺ ടൈൽസിലോ ഒന്നിലും തെറിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് വേവിക്കുന്നത് വരെ നമ്മൾ ഈ ഒരു മൂടി അടച്ചു വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും തെറിക്കില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്സാണ് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ടിപ്സാണ് കേട്ടോ. തേങ്ങ ചിരകാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും ഏറെ കുറേ പേര്. കാരണം അവർക്ക് ഇരുന്ന് തേങ്ങ ചിരകാനും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ തേങ്ങ ചിരകി എടുക്കാനുള്ള ഒരു കിടിലൻ ട്രിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 2 തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൊട്ടിക്കുന്ന എളുപ്പത്തിൽ അത് പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാത്തവരൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പീലറാണ് കേട്ടോ. നമ്മൾ
വെജിറ്റബിൾസൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളയാൻ ഉപയോഗിക്കുന്ന ഒരു പീലറാണ്. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഉപയോഗിച്ചാണ് നമ്മൾ തേങ്ങ ചിരകണം. നമുക്ക് ഒന്ന് ചുമ്മാ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുവന്ന് ഇതുപോലെ പാത്രത്തിൽ വെച്ച് തന്നെ നമുക്കിതുപോലെ ചിരകിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ കാണുമ്പോഴോ ഒക്കെ നമുക്കിതുപോലെ നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചിരകിയെടുക്കാം കേട്ടോ. നമുക്ക് ഒരിടത്ത് ഇരുന്ന് കൊണ്ട് തന്നെ നമുക്ക് തേങ്ങയൊക്കെ നല്ലതുപോലെ ചിരകിയെടുക്കാൻ പറ്റും. നമ്മൾ ചിരവയിൽ ചിരകണത് പോലെ തന്നെയാണ് നമുക്ക് ഇതിലും ചിരകിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ. നമ്മളല്ലാത്തവർ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് ആവിയിൽ വേവിച്ച ശേഷം ഇളക്കിയെടുത്തൊക്കെ മിക്സിയിൽ അടിച്ചൊക്കെ അതൊക്കെ നല്ല പാടാണ്. അപ്പോൾ ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഒട്ടും തന്നെ പാടില്ല കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ചിരവ വേണ്ട, അതുപോലെ തന്നെ മിക്സി വേണ്ട, നമുക്ക് തേങ്ങ ചിരകയെടുക്കാൻ ഇത് മാത്രം മതി കേട്ടോ. ഒരു ചെറിയൊരു പീലർ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് തൊലി കളയുന്ന ഒരു പീലർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിടത്ത് ഇരുന്ന് കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. നമുക്ക് ടി വി കാണുമ്പോഴും ഫോൺ ഉപയോഗിക്കുമ്പോഴൊക്കെ ഇതുപോലെ വെറുതെ ഇരുന്ന് നമുക്ക് ചിരകി വെക്കുകയാണെങ്കിൽ നമുക്ക് ജോലി എളുപ്പമാക്കാൻ തന്നെ നമുക്ക് ഈസി ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത് ചിരകുമ്പോൾ കണ്ടോ, നമ്മൾ ആ ചിരവയിൽ തിരുവണ പോലെ തന്നെയാണ് ആ സൈഡെല്ലാം ചിരകി എടുത്തിരിക്കുന്നത് കണ്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത ശേഷം ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനവിടെ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചിരകി ഒരു പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഞാൻ അധികം ഫ്രിഡ്ജിൽ തേങ്ങ ചിരകി വെക്കാറില്ല കേട്ടോ. അന്നത്തേക്കാണ് നമ്മൾ ചിരകി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ.